മനസ്സിൽ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുക. ആ ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കുവാനായി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. എങ്കിൽ വിജയം നിങ്ങളുടെ കൂടെയുണ്ടാകും. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഞാനും സുഖമായിരിക്കുന്നു. ഹെൽത്ത് നല്ല ബെറ്ററായി വന്നില്ല. നമുക്കിപ്പോൾ ഇവിടെ ക്ലൈമറ്റിൻ്റെ ചേഞ്ചൊക്കെ ഉണ്ട്. നല്ല തണുപ്പാണ്, എപ്പോഴും മഴയാണ്. അതിൻ്റേതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. പനിയുണ്ട്, ചെറുതായിട്ട് പനിയുണ്ട്, ജലദോഷമുണ്ട്, അങ്ങനെയൊക്കെയുള്ള അസൗകര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഒരു യാത്ര നമ്മൾ രാവിലെ ഇറങ്ങി വെറുതെ ഇറങ്ങി നടന്നാൽ അതിന് ആ യാത്രയ്ക്ക് അല്ലെങ്കിൽ ആ നടത്തത്തിന് ഒരർത്ഥം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പൂർണ്ണത ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ യാത്ര ചെയ്യുന്നതിലോ അല്ലെങ്കിൽ നമ്മൾ നടക്കുന്നതിലോ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം, അല്ലേ? നമ്മൾ ചെന്നെടുത്തേണ്ട ഒരു സ്ഥലമുണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും. നമ്മൾ എന്ത് ഉദ്ദേശത്തിലാണ് ആ യാത്ര പുറപ്പെടുന്നത് എന്നൊക്കെ നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ നമ്മുടെ നമ്മുടെ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ സ്ഥലത്ത് എത്തിച്ചേരും. നമ്മുടെ എന്താണോ നമ്മുടെ ലക്ഷ്യം അത് നമ്മൾ നിറവേറ്റിയിട്ട് നമ്മൾ തിരികെ വരും. പക്ഷേ നമ്മുടെ മനസ്സിൽ ഒരു ലക്ഷ്യമൊന്നും ഇല്ലാതെ നമ്മൾ ഇറങ്ങി ഒരു യാത്ര ചെയ്തു കഴിഞ്ഞാൽ, ഒന്ന് നടന്നു കഴിഞ്ഞാൽ മനസ്സിൽ കുറേ ചിന്തകൾ മാത്രമായിരിക്കും നമുക്ക്. പിന്നെ വരുന്നവരും പോണവരോടും കുറേ വർത്തമാനം, കുറച്ച് കാഴ്ചകൾ, ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ യാത്രയിലെ ലക്ഷ്യം, അല്ലേ? അല്ലെങ്കിൽ യാത്രയുടെ ഗുണമെന്ന് പറയുന്നത് അത്രയേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ഒരു സ്ഥലത്ത് പോവുകയാണ്. ഇപ്പം ഞാനിവിടെ നിന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു 1/2 കിലോമീറ്റർ പോകുമ്പോൾ ഒരു സ്ഥലം അല്ലെങ്കിൽ 1/2 കിലോമീറ്റർ പോകുമ്പം എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യ സ്ഥലത്ത് പോകണം, അവിടെ ഇന്ന കാര്യം എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും എൻ്റെ ലക്ഷ്യം. ഞാൻ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് തയ്യാറാവുകയും ചെയ്യും, അത് പൂർത്തിയാക്കുകയും ചെയ്യും. പക്ഷേ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒന്നുമില്ലാതെ വെറുതെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യങ്ങളൊന്നുമില്ല, വെറുതെ ഒരു യാത്ര. അതുപോലെയാണ് ജീവിതവും. ഏതൊരു കാര്യത്തിനും നമുക്ക് ലക്ഷ്യം മാത്രം പോരാ, അത് സാധിക്കണം എന്നുള്ള തീവ്ര മനസ്സ് വേണം, പ്രയത്നം വേണം. എങ്കിൽ മാത്രമേ നമ്മൾ വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. നമുക്കിപ്പം നല്ല രീതിയിൽ ഇപ്പം പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നല്ല രീതിയിൽ പഠിക്കാതെ എനിക്ക് ഫുൾ A+ വാങ്ങണം, അല്ലെങ്കിൽ എനിക്ക് നല്ല പൊസിഷനിൽ എത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ആ കുട്ടി നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യണം, പഠിക്കണം, നല്ല രീതിയിൽ പഠിക്കണം. നന്നായി പഠിച്ചാലേ അതിന് ലക്ഷ്യത്തിലെത്താൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നല്ല രീതിയിൽ അതിന് എന്ത് ചെയ്യണം, ആ ലക്ഷ്യം സാധിക്കുകയും കൂടെ വേണം. നല്ല രീതിയിൽ പഠിച്ച് അത് പ്രാവർത്തികമാക്കി എടുക്കണം. നമുക്ക് ആഗ്രഹങ്ങൾ മാത്രം പോരാ. നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കണം, നല്ല രീതിയിൽ എത്തണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ മാത്രം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് ഓരോ ദിവസവും കടന്നു പോയാൽ നമ്മൾ ഒരിടവും എത്തില്ല. നമ്മൾ കുറച്ച് റിസ്ക് എടുക്കണം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത, അതായത് നമ്മളിപ്പം ഒരു സ്ഥലത്ത് നമുക്ക് എത്തണമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ കുറച്ച് ദൂരം പോകണമെന്നുണ്ടെങ്കിൽ പോകുന്ന വഴികൾ ഇത്തിരി പ്രയാസം നിറഞ്ഞതായിരിക്കാം. അത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മുടെ ലക്ഷ്യമുണ്ട്, നമുക്ക് വളരെ മനോഹരമായ അല്ലെങ്കിൽ നല്ല ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തപ്പെടേണ്ടത് എന്നുള്ള ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടാകും, അല്ലേ? അത് ആ സ്ഥലത്തോട്ട് എത്തണമെങ്കിൽ പോകുന്ന യാത്ര ഇത്തിരി ദുർഘടം പിടിച്ചതായിരിക്കാം, ഇത്തിരി വിഷമം പിടിച്ചതായിരിക്കാം. നമ്മൾ പല ആൾക്കാരെയും ഫേസ് ചെയ്യും, പല സാഹചര്യങ്ങളെയും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. എന്നാലും അതെല്ലാം മറികടന്ന് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തി നമുക്ക് വിജയം തന്നെ ഉണ്ടാകും, ഉറപ്പ്. പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് സന്തോഷത്തോടെ ജീവിക്കുക. ഓരോ അമ്മമാരുടെയും ഇപ്പം പ്രഗ്നൻ്റായ ഓരോ അമ്മമാരും ആ സമയത്ത്, ആ കാലയളവിൽ ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ്, മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നു. പക്ഷേ അവരുടെ എല്ലാം ആ പ്രശ്നങ്ങൾക്കൊടുവിൽ തൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണാനുള്ള ആ ഒരു മനസ്സിൻ്റെ ഒരു ആഗ്രഹം, ഇല്ലേ? അതാണ് അവരുടെ ഓരോ അമ്മമാരുടെ ലക്ഷ്യം. തൻ്റെ കുഞ്ഞിൻ്റെ മുഖം അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞ് എന്നുള്ള ആ ഒരു പ്രതീക്ഷ, അതാണ് അവരെ ഈ എല്ലാ സാഹചര്യങ്ങളെയും ഫേസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഒരു ശുഭ പ്രതീക്ഷയാണ്, അല്ലേ? നമുക്കെല്ലാവർക്കും എല്ലാ കാര്യത്തിലും ഒരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ ആ സങ്കല്പത്തിൻ്റെ അവസാനത്തിലുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഓരോരുത്തരും ഓരോ സങ്കല്പം വെച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രതീക്ഷകളും നമ്മൾ മനസ്സിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. നമുക്ക് കുറച്ച് ത്യാഗങ്ങളും കുറച്ച് വിഷമങ്ങളും കുറേ അനുഭവങ്ങളും, അതായത് മോശമായ അനുഭവങ്ങളും ഒക്കെ നമ്മൾ സഹിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ, നമ്മുടെ യാത്ര മുന്നോട്ട് നമ്മൾ അവസാനം നല്ല രീതിയിൽ യാത്രയിൽ എത്തിച്ചേർന്ന് നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റുകയുള്ളൂ.
നമ്മൾ പോകുന്ന വഴിയിൽ നമ്മളെ മോശമായി സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മളോർത്ത് ഒരു മനുഷ്യജീവി എന്നുള്ള രീതിയിൽ പോലും പരിഗണിക്കാതെ, അല്ലെങ്കിൽ ഒരു കൂടപ്പിറപ്പിൻ്റെ പോലും പരിഗണന കൊടുക്കാതെ, പ്രായം ഭേദമന്യേ അല്ലെങ്കിൽ പ്രായം പോലും നോക്കാതെയൊക്കെ മോശമായ വാക്കുകൾ പറയുന്ന ഒരുപാട് ആൾക്കാർ. അപ്പോൾ അതൊന്നും നമ്മൾ അവരുടെ സംസ്കാരമാണെന്ന രീതിയിൽ അത് അവരുടെ സംസ്കാരമാണ്, അല്ലെങ്കിൽ അത് അവർക്ക് അത്രയേ വിവരമുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ കളഞ്ഞ് അവരുടേതായ പ്രായത്തിനനുസരിച്ചുള്ള വർത്തമാനങ്ങൾ പറയുക, നമ്മൾ അങ്ങനെ രീതിയിൽ സംസാരിക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇപ്പോൾ ജീവിതത്തിൽ കുറേ ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് നമ്മളെ ഭാവിയിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു, നമുക്ക് കൈവരുന്ന ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകൾ, അതൊക്കെ നമ്മൾ സമയങ്ങളിൽ സ്വപ്നം കണ്ട് അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് യാതൊന്നിനെക്കുറിച്ച് യാതൊരു വിഷമങ്ങളും വരില്ല. വരുന്ന വിഷമങ്ങളെല്ലാം നമുക്ക് നിസ്സാരമായി തോന്നുകയും ചെയ്യും. ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പം എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടായിരിക്കുക, ആ ലക്ഷ്യങ്ങളെ എത്തിപ്പിടിക്കാൻ എല്ലാവരും ശ്രമിക്കുക. നമുക്ക് വിജയം ഉറപ്പാണ്. അത് എന്നും നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും നമ്മൾ മനസ്സിൽ ഈ ഒരു ചിന്ത ഉണ്ടായിരിക്കണം. നമുക്ക് തീർച്ചയായിട്ടും നമുക്കിപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാലേ എന്നും ജലദോഷമാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു ശുഭപ്രതീക്ഷ ഇല്ലാതെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക, എനിക്ക് എന്നും ചുമയാണ് അല്ലെങ്കിൽ എന്നും ജലദോഷമാണ് എന്നുള്ള രീതിയിൽ, നമുക്കിവിടെ ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് എനിക്ക് എന്നും ജലദോഷം വരുന്നത്. അപ്പോൾ അത് അങ്ങനെ ചിന്തിക്കാതെ അല്ലെങ്കിൽ അതിന് ഒരു ആവി പിടിക്കുകയോ അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കാതെയോ അതിന് എന്തെങ്കിലും ഒരു റെമഡി കണ്ടെത്താതെ ഞാൻ എന്നും ഇങ്ങനെ ഇരുന്നാൽ, നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾ മാത്രം കേട്ടിരുന്നാൽ എൻ്റെ ലൈഫാണ് സ്പോയിലായി പോകുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അതിനെന്തെങ്കിലുമൊക്കെ റെമഡി, എനിക്കിത് കുറയും എന്നുള്ള രീതിയിൽ അതിനുള്ള ആവി പിടിക്കുക അല്ലെങ്കിൽ മെഡിസിൻ എടുക്കുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അസുഖം മാറ്റുകയല്ലേ നല്ലത്. അതാണ് എൻ്റെ ലക്ഷ്യമായിരിക്കണം. അല്ലാതെ ഇങ്ങനെ ഇരിക്കാം അല്ലെങ്കിൽ നാളെ കുറയട്ടെ, നാളെ തണുപ്പ് മാറുമ്പോൾ നാളെ കുറയും എന്നുള്ള രീതിയിലൊക്കെ കളഞ്ഞാൽ അത് കൂടുതൽ വഷളാവേ ഉള്ളൂ. നമ്മൾ ഒരിടവും എത്തില്ല, നമ്മൾ വീക്കായിക്കൊണ്ടിരിക്കുകയുള്ളൂ അല്ലേ. ഇത് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ. നമ്മളെല്ലാവരും ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക, നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പ്രവർത്തിക്കുക. വരുന്ന മാർഗങ്ങളിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യുക? മായ്ക്കുക. നമ്മളെ നെഗറ്റീവുകളൊക്കെ വരും, അതിനെല്ലാം അവോയ്ഡ് ചെയ്യുക, പോസിറ്റീവായി ചിന്തിക്കുക. നമ്മുടെ ലൈഫിൽ വരുന്ന നെഗറ്റീവുകളെയും നെഗറ്റീവ് ആൾക്കാരെയും നെഗറ്റീവ് കമൻറ്റുകളെയും എല്ലാം അവോയ്ഡ് ചെയ്യുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നെഗറ്റീവ് പറയുന്നവരെ ഒഴിവാക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക. അതാണ് നമ്മുടെ ബലം. എപ്പോഴും നമ്മുടെ ബലം തരുന്ന നമുക്ക് പ്രാർത്ഥനകളാണ്. ഏത് മതസ്ഥരായാലും എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നതാണ്, പ്രാർത്ഥനകൾ ഒരിക്കലും മുടക്കരുത് നമ്മൾ. നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്. അതിലെന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയം നോക്കണം. നമ്മൾ ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് ദോഷം വരുന്ന രീതിയിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ മാറ്റിയിട്ട് അതിൻ്റേതായ കറക്റ്റ് ടൈമുകളിൽ പ്രാർത്ഥിച്ച് ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നെഗറ്റീവുകളെല്ലാം ഒഴിവാക്കി പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുക ഓരോരുത്തരുടെയും ജീവിതത്തിൽ എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നെൻ്റെ വീഡിയോ ഇത്രയും ഉള്ളൂ. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും വരും വരെ നിങ്ങളുടെ സ്വന്തം കാർത്തു. ബൈ.